നമ്മുടെ നാട്ടിലെ വികസന പ്രവർത്തനങ്ങൾ ഇങ്ങനെയൊക്കെ മതിയോ? ഇതിനൊക്കെ ഒരു മാറ്റം വരണ്ടേ? വികസനം വളരെ അത്യാവശ്യമാണ്, എന്നാൽ നാടിന് പ്രയോജനം ഉണ്ടാകണ്ടേ? പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ നാട്ടിലെ ഒരു റോഡാണ്. ഇതൊരു ഉദാഹരണം മാത്രം കേട്ടോ. ഇതൊരു കാര്യം മാത്രമല്ല, ഇതൊരു ഉദാഹരണം മാത്രം. ഇത് പഞ്ചായത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് വർഷാവർഷം ഓരോ മേഖലകളിലും കോൺക്രീറ്റിങ്, റോഡിൻ്റെ ഇരുവശങ്ങളിലും കോൺക്രീറ്റിങ്, വെള്ളം ഒഴുകാനുള്ള സംവിധാനം ചെയ്തിടുകയാണ്. അത് ചെയ്തിട്ട് കഴിഞ്ഞ് ഒരു വ്യക്തമായ പ്ലാനിങ് ഇല്ലാത്തതുകൊണ്ട് കണ്ടോ, ഇതെല്ലാം കുത്തി ഇളക്കി കളഞ്ഞിരിക്കുക. അവിടെ കുടിവെള്ള വിതരണത്തിലുള്ള പൈപ്പ് ഇട്ടതിൻ്റെ ഭാഗമായി കണ്ടേ. അത്രയും കോൺക്രീറ്റ്, ഏതാണ്ട് 500 മീറ്റർ ചെയ്തിരിക്കുന്ന കോൺക്രീറ്റ് കംപ്ലീറ്റ് കുത്തി ഇളക്കി കളഞ്ഞ് അവിടെ മണ്ണിട്ട് ചെളിയായി കിടക്കുകയാണ്. പ്ലാനിങ്ങിൻ്റെ വ്യക്തമായ പ്ലാനിങ് ഇല്ലാത്തതിൻ്റെ ഒരു പ്രശ്നമാണ്. നമുക്കിപ്പം ആരെയും കുറ്റപ്പെടുത്താൻ വേണ്ടി ചെയ്യുകയല്ല. മുൻകാലങ്ങളിലേക്ക് ഇനി വരുന്ന കാലഘട്ടത്തിലെങ്കിൽ ഇങ്ങനെ വെറുതെ സാമ്പത്തികം പാഴായി കളയുന്ന സംവിധാനങ്ങൾ വരാതെ ഓരോ മേഖലയിൽ ഓരോ വർക്കുകൾ നമുക്ക് ഇടുമ്പോൾ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് വകുപ്പുകളൊക്കെ ആയിട്ട് കൂടി ആലോചിച്ച് ആ മേഖലയിൽ പുതിയ ഫണ്ടുകൾ വിനിയോഗിക്കേണ്ടതുണ്ടോ, ആ മേഖലയിൽ പുതിയ പണികൾ വരാനുണ്ടോ, ഇതിനെക്കുറിച്ച് ഒരു ആലോചനയൊക്കെ നടത്തി ആ വകുപ്പുകളെല്ലാം ഒന്ന് ഏകോപിപ്പിച്ച് ആ ഫണ്ട് വിനിയോഗിക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള സാമ്പത്തിക നഷ്ടങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അവിടെ പൈപ്പ് ഇടണമെങ്കിൽ പൈപ്പ് ഇട്ടതിന് ശേഷം കോൺക്രീറ്റ് ചെയ്യുന്ന രീതിയിലുള്ള സംവിധാനങ്ങളൊക്കെ ആസൂത്രണം ചെയ്യണം. ഇനിയുള്ള കാലഘട്ടങ്ങളിലൊക്കെ അങ്ങനെ ചെയ്താൽ ഒരുപാട് സാമ്പത്തികം വേസ്റ്റാകാതെ, ഫണ്ടുകൾ വേസ്റ്റാകാതെ നമുക്ക് സംരക്ഷിക്കാൻ കഴിയും. ഇതൊരു ഉദാഹരണം മാത്രം പറഞ്ഞതേ ഉള്ളൂ. നമുക്ക് നമ്മുടെ നേർക്കാഴ്ചയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് പല സ്ഥലങ്ങളിലും പുതിയ റോഡുകൾക്ക് ഫണ്ട് ഇടുകയാണ്. ആ ഫണ്ടിട്ട് ആ റോഡിൻ്റെ പണി നടന്ന് പണി തീർന്നു കഴിയുമ്പോഴാണ് പല സ്ഥലത്തും ഇലക്ട്രിക് പോസ്റ്റുകൾ മാറ്റുകയും, അല്ലെങ്കിൽ റോഡിൻ്റെ പണി തീർന്ന ഉടനെ 1 മാസം അല്ലെങ്കിൽ 2 മാസത്തിനുള്ളിൽ അവിടെ കുടിവെള്ളത്തിൻ്റെ പൈപ്പിന് വേണ്ടി ആ റോഡ് വെട്ടിപ്പൊളിക്കുകയും, എന്തുമാത്രം സാമ്പത്തികം, എന്തുമാത്രം കാശാണ് വെറുതെ പാഴാക്കി കളയുന്നത്. അതേസമയം ആ ഫണ്ട് ഉപയോഗിക്കുമ്പോൾ തന്നെ ഒരു പൊതുമരാമത്ത് വകുപ്പിൻ്റെ ഒരു ഫണ്ട് അനുവദിക്കുമ്പോൾ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ വകുപ്പുകളെയും, ഏത് റോഡാണ് ആ റോഡുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തിക്കുന്ന എല്ലാ വകുപ്പുകളും കളക്ടറുടെ കീഴിലോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ്റെ കീഴിലോ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥന്മാരെല്ലാം കൂട്ടി ചേർത്ത് വിളിച്ച് നല്ലൊരു ആസൂത്രണം, അതുമായിട്ട് ബന്ധപ്പെട്ട ആദ്യം റോഡ് പണി തുടങ്ങുന്നതിന് മുമ്പ് ആദ്യം ഏത് വർക്കുകൾ ചെയ്യണം ആ വർക്കുകളെല്ലാം ചെയ്ത് തീർത്തതിന് ശേഷം റോഡിൻ്റെ പണി നടത്തുകയാണെന്നുണ്ടെങ്കിൽ എത്ര ഭംഗിയായിട്ട് നമ്മുടെ നാട് കിടക്കും. നമ്മളൊരു ഫണ്ട് എങ്ങനെ ദൂർത്തടിച്ച് കളയാമെന്നതാണ് ഇപ്പം നോക്കുന്നത്. അങ്ങനെ വ്യക്തമായ പ്ലാനിങ്ങോടുകൂടി വർക്കുകൾ നടന്നാൽ, വർക്കുകൾ കംപ്ലീറ്റ് ചെയ്താൽ ആ നാടിനും നാട്ടുകാർക്കും അതുപോലെ തന്നെ ജനപ്രതിനിധികൾക്കും എല്ലാം തല ഉയർത്തി നടക്കാൻ പറ്റും. നാടിൻ്റെ വികസന പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ തന്നെ നടക്കും. പല സ്ഥലങ്ങളിലും കണ്ടേക്കുന്നത് റോഡിൻ്റെ പണി തീർത്തതിന് ശേഷം കലുങ്കുകൾ പണിയുന്നു. അതേസമയം ആദ്യം തന്നെ ആ കലുങ്കുകളുടെ പണിയെല്ലാം തീർത്തതിന് ശേഷം ആ കൂടുതൽ റോഡിൻ്റെ പണി തീർക്കുകയാണെങ്കിൽ എത്ര ഭംഗിയായിട്ട് കിടക്കും. അതല്ല ചെയ്യുന്നത്. സാധാരണഗതിയിൽ റോഡിൻ്റെ പണിയെല്ലാം തീർത്ത് കഴിയുമ്പോൾ ആ റോഡിൽ കുടിവെള്ള പൈപ്പ് ലൈന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ടെലിഫോൺ കേബിളിന് വേണ്ടിയിട്ടോ ആ റോഡ് വെട്ടിപ്പൊളിച്ച് നശിപ്പിച്ച് അതിന് ശേഷം കോൺക്രീറ്റോ അല്ലെങ്കിൽ ചെറിയൊരു ടാറിങ്ങോ ഒക്കെ എന്തെങ്കിലും സംവിധാനം ചെയ്ത് അതങ്ങനെ പിന്നീട് അത് പൊളിഞ്ഞ് അവിടെ പ്രശ്നങ്ങളുണ്ടാകുകയും അപകടങ്ങളുണ്ടാകുകയും ഒക്കെ ചെയ്യുന്ന ഒരു രീതിയാണ് നമ്മൾ കണ്ടുവരുന്നത്. ഇനിയുള്ള ഭരണകർത്താക്കൾ എങ്കിലും ഇതെല്ലാം കണ്ട് ഒരു തീരുമാനത്തിലെത്തിയാൽ നല്ല രീതിയിൽ നമുക്ക് നാട്ടിനെ സംരക്ഷിച്ചുകൊണ്ട് പോകാം. അതുപോലെ വർക്കുകളെല്ലാം നല്ല കംപ്ലീറ്റ് ആകും. അതുപോലെ റോഡ് പോലെയുള്ള വികസന പ്രവർത്തനങ്ങൾ, ടാറിങ് ഉൾപ്പെടെയുള്ള ഫണ്ടുകളും പുതിയ റോഡിൻ്റെ പണികളും ടാറിങ് ഉൾപ്പെടെയുള്ള പണികളൊക്കെ നടക്കുമ്പോഴത്തേക്ക് ആ നാട്ടിലെ 1-2 പേരുമായിട്ട് ആ നാട്ടിൽ താമസിക്കുന്ന ജനങ്ങളുമായിട്ടൊക്കെ ഒന്ന് സംവദിച്ച് അവരുടെ അഭിപ്രായങ്ങൾ കേട്ട് ചെയ്യുകയാണെങ്കിൽ സൂപ്പറായിട്ട് നമുക്കവിടെ പണിയാൻ പറ്റും. സാധാരണയായി കണ്ടുവരുന്നത് ഏത് വർക്കിനും ഒരു എൻജിനീയർ കാണും. ആ എൻജിനീയർ അല്ലെങ്കിൽ എൻജിനീയർമാർ കാണും. അവർ നിർദ്ദേശിക്കുന്ന രീതിയിലൊക്കെ പണിത് പോവുകയാണ്. പക്ഷേ ഓരോ സ്ഥലത്തിൻ്റെയും ഒരു പ്രത്യേക ഘടനയുണ്ട്. ആ ഘടനയുമായിട്ട് പൊരുത്തപ്പെടാത്ത ഒരു എൻജിനീയർ ആണെങ്കിൽ ഒരിക്കലും അവരുടെ വർക്കുകൾ നല്ല ഭംഗിയായിട്ട് തീരത്തില്ല.
പ്രത്യേകം എടുത്തു പറയട്ടെ, ഈ വീഡിയോ ആരെയും കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല. പുതിയതായിട്ട് നമ്മുടെ ഫണ്ടുകൾ നല്ല രീതിയിൽ വിനിയോഗിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.